കൊതുകിൻ്റെ ശല്യം സന്ധ്യ സമയമല്ലേ, അതുകൊണ്ടാണ്. വൈകുന്നേരം ആയാൽ പുറമെ ഇരിക്കാൻ പറ്റില്ല, കൊതുക് തിരിയൊക്കെ വെച്ചിട്ട് വേണം ഇരിക്കണമെങ്കിൽ. ഹലോ, സന്ധ്യക്ക് ഇന്ന് വാതിക്കെ ഇരിക്കുക കേട്ടോ. ഇന്ന് വേറെ വീഡിയോ ഒന്നും എടുത്തില്ലല്ലോ, അപ്പോൾ എനിക്ക് തോന്നിയിരുന്നാൽ ശരിയാവട്ടെ. പെട്ടെന്ന് ഓർമ്മ വന്നു ഇങ്ങനെ ഇരുന്നപ്പോൾ. ഇന്ന് എനിക്ക് പകലൊന്നും സമയം കിട്ടിയില്ലായിരുന്നു. അപ്പോൾ എന്നാൽ വെറുതെ ഇരിക്കുകയല്ലേ, എന്നാൽ ശരി ഒരു വീഡിയോ എടുക്കാം. അതായത് എൻ്റെ ഒരു സന്ധ്യാനാമം എന്ന് പറഞ്ഞാൽ ഞാൻ ഉറക്കം ജപിക്കുകയൊന്നുമില്ല കേട്ടോ. ഞാൻ പതുക്കെ എൻ്റെ മനസ്സിൽ ഗുരുവായൂരപ്പനെ വിളിച്ച് പ്രാർത്ഥിക്കാതെ കാണാമോ. കുഞ്ഞ് ഒരു സ്റ്റാൻഡ്, അതിലൊരു വിളക്ക് വയ്ക്കണം, ഒരു ഗണപതിയുണ്ട്, ഒരു ശിവനുണ്ട്, ഒരു നമ്മുടെ ഭഗവാൻ, എൻ്റെ ആരാധനാമൂർത്തി കൃഷ്ണൻ, ശ്രീകൃഷ്ണൻ. ഞാനിപ്പോൾ എന്തറിയുമോ, ഞാൻ എന്നും സന്ധ്യ, ഇന്നിപ്പോൾ ഞായറാഴ്ചയല്ല, ഞായറാഴ്ച ആയത് കാരണം വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, അപ്പോൾ ഒന്ന് ഫ്രീ ആണ്. അപ്പോൾ എനിക്ക് തോന്നി എന്നാൽ ഞാൻ എപ്പോഴും വൈകുന്നേരം ആകുമ്പോൾ ഈ സമയമാകുമ്പോൾ വിളക്ക് വെച്ച് ഇങ്ങനെ സന്ധ്യയ്ക്ക് നാമം ചൊല്ലാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുക. ആ സമയത്ത് ഞങ്ങളുടെ പൂച്ചക്കുട്ടന്മാരില്ലേ, അവരെ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്താറുണ്ട്. കുറച്ച് നേരം അവർ കാഴ്ചയൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി, കാരണം അവർ പുറത്തേക്കൊന്നും വിടണില്ലല്ലോ. അപ്പോൾ അവർ രണ്ടുപേരും ഉണ്ട് കേട്ടോ. ഒരാൾ നല്ല ഉറക്കമാണ്, ഒരാൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടില്ലേ, ഞാനിരുന്ന കസേരയിൽ അവൻ കയറിയിരുന്നു എന്നെ ഇറക്കിയിട്ട്. ഇതാ ഒരാളവിടെ കിടന്ന് നല്ല ഉറക്കം. അപ്പോൾ കുറച്ച് നേരം സന്ധ്യയ്ക്ക് ഇതുപോലെ ഇവരെയും കൊണ്ട് ഇങ്ങനെ ഇരിക്കും. കുറച്ച് നേരം അവർ റോഡിലേക്കൊക്കെ നിന്ന് നോക്കിയിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ ഇതുപോലെ കിടന്നുറങ്ങും. അവരിങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കും. കുറച്ച് നേരം ഞാൻ ആ സമയത്ത് നാമം ചൊല്ലും. എൻ്റെ ഒരു സന്ധ്യാസമയം എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അത് ഞായറാഴ്ച മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ ഞാൻ ട്യൂഷനിലായിരിക്കും സമയത്ത്. അപ്പോൾ അന്നേരത്തെ ജപം എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ ഉള്ളിൽ മനസ്സിൽ മാത്രം. പിന്നെ രാവിലെ വെളുപ്പിനുണ്ടാവുമല്ലോ സ്ഥിരം 3 മണി 4 മണി, അത് മുടക്കാറില്ല കേട്ടോ. എന്തെല്ലാം തിരക്കുകളുണ്ടെങ്കിലും നമ്മളുടെ ഈ നാമജപം അത് മുടക്കരുതെന്ന് ഞാൻ പറയുള്ളൂ. കാരണം നമ്മൾ പല ഇതിലൂടെ എന്താ പറയുക, പല ടെൻഷനിലൂടെ കടന്നു പോകുന്നവരുണ്ട്. ഇവിടെ ഇരുന്ന് എന്താ അറിയോ, ഭയങ്കര സൗണ്ടാണ്. റോഡ് മെയിൻ റോഡാണ്, എപ്പോഴും വണ്ടികൾ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്ന കാരണം കുറച്ച് സൗണ്ടിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും അകത്തിരുന്ന് എടുക്കണം. അതുകൊണ്ടാണ്. അപ്പോൾ നാമജപത്തിൻ്റെ കാര്യം അല്ലേ, എന്നും നമ്മൾ വൈകുന്നേരം അല്ലെങ്കിൽ രാവിലെ ഈ പ്രായത്തിലുള്ളവർക്കൊക്കെ ഞാൻ പറയുകയാണെങ്കിൽ നാമം ചൊല്ലണമെന്നേ പറയുള്ളൂ. നമ്മുടെ ഒരു റിട്ടയേർഡ് ഒരു ഏജ് അല്ലേ ഇത്. അപ്പോൾ കുറച്ചൊക്കെ നാമം ചൊല്ലി നമുക്ക് വേണ്ടി നമ്മുടെ മക്കൾക്ക് വേണ്ടിയും എല്ലാം ഒന്ന് പ്രാർത്ഥിക്കാം. ആ ഒരു സമയമാണ്. കാരണം ഇതുവരെ ഓടിച്ചാടി ജോലി ചെയ്ത് വീട്ടിലും മക്കൾക്കും കുഞ്ഞു മക്കൾക്കും ഒക്കെ കിടന്ന് ഓടുകയല്ലേ. ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നില്ല എന്നല്ല, എന്നാലും കുറച്ചൊക്കെ ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ ഈ നാമം ചൊല്ലാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കണം എന്നാണ് ഞാൻ പറയുന്നത്. കൊതുക് കടിക്കാൻ ഇവിടെ ഇരുന്നിട്ട് സന്ധ്യയ്ക്ക് എൻ്റെ പൊന്നെ കൊതുക് കടിയാണ് ഇവിടെ. കൊതുക് കടിയും ഒച്ചയും എല്ലാം കൂടി ഇന്നത്തെ എൻ്റെ വീഡിയോ എങ്ങനെയുണ്ടെന്ന് അറിയില്ല. കണ്ടില്ലേ, ഭയങ്കര സൗണ്ടാണ് റോഡ് സൈഡായത് കാരണം. പിന്നെ ഇന്ന് ഞാനൊരു ഇതിൻ്റെ ഇട്ടില്ലേ, ചൗച്ചൗവിൻ്റെ ഒരു ഷോർട്സ് വീഡിയോ ഇട്ടു കേട്ടോ. എങ്ങനെയുണ്ട്, ആദ്യമായിട്ട് ഇട്ടതാ ഷോർട്സ്. ഞാനിങ്ങനെ അധികം ഇടാറില്ല, കുക്കിങ്ങിൻ്റെ പറഞ്ഞാൽ ആവട്ടെ വിചാരിച്ചു. ചൗച്ചൗവില്ലേ, നമ്മൾ പച്ചക്കറിയൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുമല്ലോ, അതും കൊണ്ട് ഒരു ചമ്മന്തി അരച്ചതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിക്കോളൂ കേട്ടോ. എൻ്റെ പൊന്നെ, എനിക്കൊരു രക്ഷയില്ല ഇവിടെ കൊതുക് കടിച്ചിട്ട്. ഇല്ല ലുക്കാ നോക്കുകയാണ് ഞാൻ. എന്താ ഈ പറയണേ, ആരോടാ ഈ സംസാരിക്കണേന്ന് നോക്കുക, കാണിച്ചു തരാം കേട്ടോ. നോക്കാ മോനെ, ഇതാ നോക്കിയടാ, അവിടെ നോക്കും ചെറുതേ, ഇതേടാ ഏടാ. ട്യൂഷനുള്ളപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കൊതുക് തിരി വയ്ക്കും. ഒരു ദിവസം ഒരു 2 കൊതുക് തിരിയെങ്കിലും ഞാൻ കത്തിക്കും. ഒരു 4 മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ 8 മണി വരെ ഒരെണ്ണം കംപ്ലീറ്റ് തീരും. പിന്നെ കുറച്ച് ചിലപ്പോൾ ബാക്കി ഉണ്ടാവും. അങ്ങനെയൊക്കെയാണ്. അന്യായ കൊതുകാണ് ഇവിടെ. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ വെച്ച് ഞാൻ ഒന്നും പറയാനില്ല, ഭയങ്കര സൗണ്ടാണ്. പിന്നെ മനസ്സിൽ നാരായണ ജപിക്കലുമുണ്ട്. അതിനിടയ്ക്ക് വേറെ ഒന്നും പറയാനൊന്നും പോകുന്നില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് എടുത്തു എന്ന് അത്രേ ഉള്ളൂ. പെട്ടെന്ന് എനിക്ക് തോന്നി, അപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ തോന്നി, അത്രയേ ഉള്ളൂ.
അപ്പോൾ നാളെ ഞാൻ എന്തെങ്കിലും കാര്യമായിട്ട് പറഞ്ഞുകൊണ്ട് വരാം. അപ്പോൾ എണീക്കട്ടെ. അപ്പോൾ എനിക്കിനി രാത്രി ചോറിരിപ്പുണ്ട്, പിന്നെ എൻ്റെ മറ്റേ ചമ്മന്തി ചൗ ചമ്മന്തി ഇരിപ്പുണ്ട്, ദോശമാവുണ്ട് കേട്ടോ, ദോശയ്ക്ക് അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഉദ്ദേശിച്ചാണ് ഞാൻ ചമ്മന്തി അരച്ചത്. അപ്പോൾ ഉച്ചയ്ക്ക് ചോറിനുമായി ദോശയ്ക്ക് ചമ്മന്തി. അപ്പോൾ നാളെ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും